വളരെ ടേസ്റ്റിയായിട്ടുള്ള ആലു പറാത്തയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എങ്ങനെയാണത് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് ഗോതമ്പൊടിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് സാമാന്യം വലിയ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊന്നെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും. കട്ടയൊന്നുമില്ല, നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർക്കുക. ഉള്ളി, ഒരു സവാള പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും, നല്ല മയം ഉണ്ടാകും ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് അല്പമായി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത്, എല്ലാം കൂടെ കട്ട പിടിക്കാനിടയുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 10 മിനിറ്റോളം ഇതടച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബോൾസ് അതിൽ നിന്നെടുത്ത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ബോൾസാക്കി തയ്യാറാക്കി വയ്ക്കാം. ബാക്കിയെല്ലാം ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെയുള്ളൂ, വളരെ ഈസിയാണിത്. പക്ഷേ ഇത് നല്ല സോഫ്റ്റായിട്ടിരിക്കും. മണിക്കൂറുകൾ ഇരുന്നാലും നമുക്കിത് നല്ല ഇതായിട്ട് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മാക്സിമം തിന്നായിട്ട് പരത്താൻ ശ്രമിക്കുക. നമ്മളെടുത്ത് വെച്ചിരുന്ന ബോൾസെല്ലാം ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനിയും തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതുപോലെ പരത്തി വെച്ചിരിക്കുന്ന ഓരോന്നിട്ട് തയ്യാറാക്കിയെടുക്കാം. ഡിന്നറിനോ അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ആലു പറാത്തയാണ്. 2 സൈഡും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയാണേലും അല്പം ഒന്ന് തൂത്ത് കൊടുക്കുക. അങ്ങനെ 2 സൈഡും നമുക്കൊന്ന് തിരിച്ചിട്ട് തയ്യാറാക്കാം. ചപ്പാത്തിയൊക്കെ ഡെയിലി മടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ നോക്കാവുന്നതാണ്. ഇതുപോലെ ബാക്കിയിരിക്കുന്നതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ആലു പറാത്ത ഇതുപോലെ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ പറയാൻ മറക്കരുത്. ബിഗിനേഴ്സിനാണെങ്കിൽ പോലും നമുക്കിത് ഈസിയല്ലേ, മടക്കുന്നതൊന്നും ബുദ്ധിമുട്ട് വരുന്നില്ല, ഫില്ലിങ്സ് വെച്ചൊന്നും അല്ലാത്തതുകൊണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്താകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം.
പനീർ കറിയോ അല്ലെങ്കിൽ ആലു കറിയോ കൂട്ടി ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.